പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടന്റ് ഒന്നല്ല കേട്ടോ. ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അമേസിങ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശിലെ സിർക്കി വാട്ടർഫോളാണ് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് പോകുമ്പം ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിലെ പോലെ ഗുണ കേവിലേക്ക് പോകുന്നത് പോലത്തെ വഴികളൊക്കെ ആയിരുന്നു ഏകദേശം. ഇത് ചില മേലോട്ട് ഇങ്ങനെ കയറാനാണ്. അപ്പം കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തണുപ്പായിരുന്നു അവിടെ. കാരണം എന്ന് വെച്ചാൽ കാടായതുകൊണ്ട് മരത്തിൻ്റെ അടിയിലൊക്കെ അടിപൊളി എന്താ എ സിയിലൊക്കെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം പൊതുവേ ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല സുഖം തോന്നി. പിന്നെ നല്ല വെള്ളം, ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു. മാളൊക്കെ ഈസി ആയിട്ട് കയറുന്നുണ്ട്. കുഞ്ഞി തടി വെച്ചിട്ട് ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എനിക്ക് കയറാൻ വേണ്ടി ബുദ്ധിമുട്ട്. ഈ പാലത്തിലേക്ക് കൂടി എനിക്ക് അപ്പുറം കിടക്കണം. ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൂട്ടാതെ എല്ലാവരും പോയി കഴിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി ഞാനിത് അപ്പുറത്തെ സൈഡിലെത്തി. പിന്നെ ഇനിയും മേലോട്ട് പോകാനുണ്ട്. ഇതെന്താ, ഇവരെന്നെ കൂട്ടാതെ പോയിട്ടുണ്ട്. എനിക്ക് ഏത് വഴികൾ, ഓരോ വഴികൾ താണ്ടി പോവുകയാണ് ഗൈസ്. എപ്പോഴാണ് വീഴുവെന്നറിയില്ല. എവിടെയുള്ള ചേട്ടാ എന്താ അപ്പൊ ഞാൻ എത്തി ഗൈസ്. വെള്ളം പൊതുവെ കുറവാണ്, കാരണം വേനൽക്കാലല്ലേ. മഴക്കാലത്തൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാവുമായിരിക്കും. എന്നാലും നമുക്ക് ആ ചൂടുന്ന ഒരു സുഖം കിട്ടി ഇവിടെ വന്നപ്പോൾ. മാളിനൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, വെള്ളം മാത്രമേ വീണ്ടു. അപ്പോൾ ഇവരപ്പം തന്നെ ഡ്രസ്സൊക്കെ അയച്ചു വെച്ചിട്ട് അങ്ങ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായില്ല. കുറേ സമയം അവിടെ ആ വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇത്തിരി സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല പവിഴപ്പുറ്റ് പോലത്തെ വെള്ളമാണ്. ഇപ്പോൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നും നോക്കാതെ അങ്ങ് ഇറങ്ങിയിട്ടാ. പിന്നെ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാകുമ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേപോലെ ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയത്. അപ്പോൾ അതേപോലെ ഇറങ്ങി താഴോട്ട് വന്നു. ഇനി നമ്മൾ പോകുന്നത് തൂക്കുപാലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഫുഡൊന്നും കിട്ടില്ല, ഫോറസ്റ്റാണ് കേട്ടോ അപ്പുറം, പാലത്തിൻ്റെ അപ്പുറം. അപ്പോൾ ഫുഡ് ഇവിടുന്ന് പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ആ കടയിന് മുന്നിൽ ഒരുപാട് ആടുകളുണ്ടായിരുന്നു. കുറേ സമയം ആടിൻ്റെ കൂടെയൊക്കെ കളിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഫുഡ് റെഡിയാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. പാക്ക് ചെയ്ത് എടുക്കണ്ടേ. പാട്ടും കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ളത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവാണ്. അമ്മ ഇവിടെ നല്ല പുഴ കുത്തി വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. അരുണാചൽ അരുണാചൽ അരുണാചൽ. ഇന്ന് മൊത്തം വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് ഞാൻ താഴെ പെട്ടെന്ന് എത്തും. അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ക്ലിപ്പേ എടുത്തിട്ടില്ല കേട്ടോ. നല്ലോണം ഇറങ്ങി പോകാനുണ്ട്. നല്ല വിഷമമായിരുന്നു. ക്യാമറയും വീഡിയോ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ ഞാൻ വേഗം എത്തുന്നതുകൊണ്ട് ക്യാമറ ഞാൻ പകുതി എത്തുമ്പോൾ ഓഫ് ചെയ്തു. ഇപ്പോൾ ഫുഡെല്ലാം തൂക്കി പിടിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനിതാ കയറാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ എന്ത്, ഞാൻ വിചാരിച്ചത്, ഞാൻ ദൂരത്ത് കാണുമ്പോൾ വിചാരിച്ചു ഇതിന് മുളക്ക് ഒരിക്കലും മുള പൊട്ടൂല, അതറിയില്ലേ. ഈ ഡയലോഗെല്ലാം കിട്ടുന്ന വിചാരിക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കുളിക്കല്ല എടേ, കുളിക്കല്ല, എന്റെ ഫോണ് വീഴും കയ്യിന്ന്. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എനിക്ക് പേടിയാ. ആ പേടിയല്ല, മൊബൈൽ വീഴുന്നില്ല, ഒറ്റ പേടി മാത്രമേ എനിക്കുള്ളൂ. പോസ് ചെയ്യാൻ പോവാണ്. സിയാങ് റിവർ. ഓ മൈ ഗോഡ്, പോസ് ചെയ്തിട്ടില്ല. എത്തി, അക്കരെ എത്തി. അക്കരെ 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 പാലം കടന്ന് ക്ഷീണം. ഫുൾ മുളയാണ് കേട്ടാ. അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലല്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റും ബെറ്ററായ നീറ്റായ സൗന്ദര്യം. എന്താ ഇങ്ങനെ സ്ഥലത്ത് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഗൈസ്? യെസ് ഗൈസ്,
ഉണ്ടായില്ല. ഗൈസ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഗൈസ്. എടാ ഇത് ഇങ്ങനെ എടുക്കണം. അങ്കിളിന് കൊടുക്കണ്ടേ? മൊബൈൽ വെച്ച് ഞങ്ങൾക്ക് വീഡിയോ ഇട്ടോടോ. അതാ നമ്മളെ ഫുഡ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബൂത്ത് ജുലാക്കി കിങ് ചില്ലിൻ്റെ ചട്നി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. കുറച്ച് ഇത് നമ്മളെ ബൂത്ത് ജുലോക്കിയൻ്റെ ചട്നി. മതി 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 മതി. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഇവിടെ പുറകിൽ പുഴ. കുറേ സമയം നോക്കിയാൽ അപ്പോൾ അതാ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാൻ കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്ന് ക്രോസ് ചെയ്യണം, ഇപ്പുറം വന്ന് പുഴയൊക്കെ കണ്ട് അവിടുന്ന് ഫുഡും കഴിച്ച് തിരിച്ചു പോകാൻ അത്രയേ ഉള്ളൂ. ഇനിയും തീരുന്നില്ല. ഇനിയും നമ്മൾ അടുത്ത ബ്രഹ്മപുത്ര റിവറിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. അവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാണാതിരിക്കരുത്, അടിപൊളി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അത്രയും എന്താ പറയുക, മരുഭൂമിയിലൊക്കെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെസേർട്ടിൽ. അപ്പോൾ ഇതുവരെ അവിടെ പോകാൻ പറ്റില്ല. മരുഭൂമി അല്ലെങ്കിലും അവിടുത്തെ പൂഴിയും കാറ്റൊക്കെ തോന്നുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു.